രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശാസ്ത്രീയമായ നിലക്ക് ആ വിലങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ മുഴുവനും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ചില പ്രത്യേകമായ നിലക്ക് വിഷയങ്ങൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുക, അത് അവതരിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ തെരീഖുകൾ, അതിൻ്റെ വഴികൾ പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികളും ഒക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു തദ്രീസായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ദർസിൻ്റെ സ്വഭാവം. അതിൻ്റെ എല്ലാം പുറമെ ബഹുമാനപ്പെട്ടവരെ പറ്റി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന മറ്റൊന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ആ ആത്മീയ സ്വഭാവം അത് നമുക്കറിയാലോ. ഒരു പണ്ഡിതനുണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ അത് അമ്പിയാക്കന്മാരുടെ ഇർസാണ്. അതായത് അമ്പിയാക്കന്മാരിലുള്ള ആ ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവം പണ്ഡിതന്മാരിലുണ്ടാവണം. അവനാണ് യഥാർത്ഥ പണ്ഡിതൻ. ആ ഇസ്തിഖാമത്ത് പൂർണ്ണമായും കൊണ്ട് ശൈഖുനാ ശംസുൽ ഉലമയിലുണ്ടായിരുന്നു. അവരുടെ ഓരോ നിമിഷങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്നിക്കൽ ദിക്റിലായിരിക്കും, അല്ലെങ്കിൽ ദിക്ർ പോലത്തെ ഒന്ന് തന്നെയാണ് ദർസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഫത്വ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ദീനിയാവുന്ന മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു ദിക്റിൻ്റെ സ്വഭാവത്തിലായിക്കൊണ്ട് അതിനെണ്ണ. അപ്പം അധികം ഇങ്ങനെ ആളുകളെ ഇവിടെ വർത്താനം പറയാനോ ആളെ പിടിച്ച് സോപ്പ് ഇടുന്ന പരിപാടിയൊന്നും ബഹുമാനപ്പെട്ടവർക്കില്ല. അവരവർ റൂട്ടിൽ അവർ പോവും. അതോടുകൂടി നമുക്ക് തോന്നുന്ന പോലെ വിദ്യാർത്ഥികളോടൊക്കെ വളരെയധികം സ്നേഹത്തിലും സന്തോഷത്തിലും അവരെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായും കൊണ്ടിട്ട് ശ്രദ്ധിക്കണ ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതാണല്ലോ ഒരു ഉസ്താദിനുണ്ടാവേണ്ടത്. ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാരോട് പല സ്ഥലത്തും അവർ പ്രയാസത്തിൽ പെടുമ്പോൾ ആ പ്രയാസത്തിൽ നിന്നിട്ട് അവർ രക്ഷപ്പെടുത്താൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക.